പണ്ടാണ് കുറെ തീരുമാനമുണ്ട് അലക്കി മനുഷ്യൻ ചാവും അലക്കിട്ട് എന്താ നമുക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട് പക്ഷെ ഒന്നും നമുക്ക് പറ്റില്ല. വേക്കൻസിന്റെ കാര്യം പറഞ്ഞപ്പോ അവൻ പോയിട്ട് ഇപ്പൊ എന്തായാവും? അവനെ ഞാൻ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക, അവനൊരു റെസ്പോൺസും ഇല്ല. ഞാൻ ഇതൊക്കെ അലക്കി തീരുമ്പോഴത്തേന് ഒരുപാട് സമയമുണ്ട്. അത് കേട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അരി വെള്ളത്തിലിട്ടായിരുന്നോ നീ? ഇത്രയും നേരം ഇവിടെ തന്നെ ഇരുന്നിട്ട് ആർക്കൊന്നും വെച്ചാനിപ്പത് നീ നിന്റെ ദിവസമല്ലേ ഇന്ന് നീ വെക്കേണ്ട ദിവസമാ. എന്താടാ പോയിട്ട് പോയി തിരക്കടില്ല. പക്ഷെ കുറച്ച് ടഫുണ്ട് ഇന്റർവ്യൂ ആയിരുന്നു. ഒരുപാട് പേരുണ്ട്. നമ്മൾ പോകുന്ന എല്ലാ ഇന്റർവ്യൂ ടഫാ. നീ എന്താ ഈ വർഷത്തില്? ഞാൻ ഒന്ന് തിരുമ്പാണ്ട്, കുറച്ച് അലക്കിടാനുണ്ട്. അടുപ്പത്ത് ഞാൻ അരിയിട്ടിട്ടുണ്ട്. അതൊന്നും നോക്കാൻ വേണ്ടി നേരല്ല. ഒക്കെ കമ്പ്യൂട്ടർ നോക്കിയിരിക്കാൻ നല്ലത്. അപ്പൊ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കായിരുന്നു. അരി വാങ്ങിക്കാൻ ജോലി കിട്ടണ്ടേ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം, ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അരിട്ട് ഇപ്പൊ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കറിക്കൊല്ലും ഉണ്ടാ? വേറെന്താ? ഇന്നലെ വരെ ചിക്കൻ കഴിക്കണം അത്രയും പെട്ടെന്ന്. എനിക്ക് പണിയില്ലാന്നുള്ള സത്യമാണ്. പക്ഷെ ഞാനിവിടെ കാശ് തരുന്നുണ്ട് മാസം മാസം. നീ കഴിഞ്ഞ മാസം പൈസ ഇത്ര തന്നിട്ടില്ലല്ലോ. അടുത്ത മാസം ഞാൻ രണ്ടുകൂടി കൂട്ടി തരാന്ന് പറഞ്ഞല്ലേ. നല്ല കാര്യം. ഏത് സമയം നോക്കിയല്ലോ ഇവിടെ തന്നെ. എന്താണ് നിനക്ക് പണി സത്യത്തിന്? ഇത്രയും നേരം റൂമിൽ ഇരുന്നിട്ടും ആ അരിയൊന്നും എളുപ്പത്തിലിടാൻ വയ്യ. ഞാൻ ജോലി ചെയ്യാനോണ്ടിരിക്കാൻ ഇഷ്ടം. നീ കുറച്ച് വെള്ളം കുടിക്കണ്ടായിരുന്നു, കറങ്ങി വന്നാൽ. വെള്ളം കുടിപ്പിക്കാതെ അതിന് വേറെ പണിയൊന്നുമില്ലല്ലോ. വെള്ളം ചൂടാക്കിയ വെള്ളമല്ല, ഒട്ടുമല്ല. വെറുതെ വെള്ളം കുടിപ്പിക്കാം. എന്നാണ്ട് വിശന്ന് വരികയാണ്. അപ്പോഴേക്കും കുറച്ച് അരിയെങ്കിലും അങ്ങനെ വേവിച്ചെടുത്തേ. എന്തായാലും അടുപ്പത്തിന്റെ വെള്ളം നോക്കൊണ്ട് ഞാനൊന്ന് ആക്കിയിട്ട് വരാം. ഡ്രസ് മാറ്റി നീ അരി ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ അടുത്ത കൊല്ലം കിട്ടുമോ നോക്കട്ടെ. ഇന്നലെയായിരുന്നു എന്റെ ബസ്. ഞാൻ ചെയ്തു. എനിക്ക് ഇന്നൊന്നും പറ്റില്ല ചെയ്യാൻ. ഇന്ന് ശ്രദ്ധിക്കുന്ന ബസ്സാ. ഞാൻ തേമാരെ ഞാൻ ആരല്ല പറഞ്ഞത്. ഞാൻ എന്റെ അലക്കി വരുന്ന വരെ നിങ്ങൾ അതൊന്ന് നോക്കി നിന്നാ മതി. ഓരോ കാര്യങ്ങൾ വെള്ളം തേക്കാൻ പറ്റില്ല. ഷൂവാണ് ടോയ്ലറ്റിലെത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ അപ്പോഴേ പറയാം എന്റെ ഷൂ ഇട്ടോണ്ട് പോയാൽ നിങ്ങൾ ഒരുപാട് ആശയം പറഞ്ഞിട്ടുണ്ട്. തളച്ചു പോകും. ഞാൻ നിങ്ങളുടെ അപ്പോഴേ പറഞ്ഞേ നോക്കിക്കോണം. അല്ല ഏൽപ്പിച്ചു പോയത് നിങ്ങളെല്ലാവരാണല്ലോ. എടാ നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. നീ അനക്ക് പോയിട്ട് എന്റെ രണ്ട് കറുത്തും കൂടി ഉണ്ട് സെപ്പിക്ക്. ഒന്ന് അരക്കിയേക്കണം. ആ വണ്ടി പേര് പറഞ്ഞാൽ മതി. എന്റെ രണ്ട് ഷർട്ട് നാളെ എനിക്ക് ഇന്റർവ്യൂവിന് പോകാനാണ്. നീ ഒന്ന് അലക്കിയിട്. നേരത്തെ കാലത്ത് തിന്നാനുള്ള ആഗ്രഹമല്ല. തിരുമ്പാ വേറെ ആളാണ്. പോയി പണി വെക്കും. ഇവന്റെ കൂടെ ഒക്കെ ജീവിക്കാന്ന് പറഞ്ഞ വളരെ ശ്രമം തന്നെ. അല്ല നീ അടുത്ത മാസത്തേക്ക് മറ്റേ പൈസ തരാന്ന് പറഞ്ഞാൽ തന്നേക്കണം കേട്ടോ. ശമ്പളം കിട്ടി ജോലി കിട്ടേണ്ടതായി. ജോലി കിട്ടിയാൽ ഞാൻ ശമ്പളം കിട്ടി അപ്പൊ തരുമല്ലോ എല്ലാ കാശും. അല്ല കുട്ടിയെ, ഇവര് മാസം മാസം എവിടുന്നാണ് ഈ കാശ് ഉയർ കിട്ടുന്നത്? അത് മാത്രം അറിയില്ല. സകല സമയം ഈ കമ്പ്യൂട്ടറിന് മുന്നിലുണ്ടാവും. ഏത് സമയത്തും റൂമിലുണ്ടാവും. ടിപ്ടോപ്പ് ആയിട്ട് രാവിലെ പോകും. ഒരു 15 മിനിറ്റ് തിരിച്ചു. ഇത് എവിടുന്നാണ് മാസം മാസം ഇത്ര പൈസ എടുത്തത് എനിക്കറിയില്ല. നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നായ്പാച്ചിൽ വന്നിട്ടു. നമുക്ക് ബുദ്ധി വെച്ചാലോ ജോലി ചെയ്യാൻ നിൽക്കാം. കൂടെ എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് സംഘടിപ്പിച്ചു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ കുട്ടി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഗൾഫ് നാട്ടിൽ വന്ന എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാകട്ടെ വരും. എങ്കിലും ചിലർക്ക് ചില കഴിവുകളുണ്ട്. ഒക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും പഠിക്കണതാണ്. അതൊക്കെ തന്നെ എന്റെ ശക്തി അറിയിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. അർജന്റാണ് ജോലി ഷർട്ട് എടുത്തോളൂ. ഇവൻ നിന്റെ എല്ലാ സാധനങ്ങളും അയക്കത്. പക്ഷെ മാസം എന്തെങ്കിലും ചില്ലറ അവന് കൊടുത്താൽ മതി. മാസം ചില്ലറല്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഇനി പറക്ക അടക്കി വെച്ചോട് എന്റെ വീട്ടുകാരെ കാണാൻ പോകില്ല. നമുക്ക് നാട്ടിക്ക് പൈസ ആണോ വേണ്ടത്? ഇവൻ ഞാൻ കേറി വരുമ്പോ ആ സോക്സാ വഴിക്കിട്ടിരിക്കും. എന്തൊരു നാറ്റാണെന്നറിയോ. അപ്പൊ നീ ചർച്ച കൊടുത്ത് അതും കൂടെ അതിനെ കെട്ടിയോളായി നാട്ടിന്ന്. നിങ്ങൾ അടക്കിട്ട് വേണം എനിക്ക് ആ വാഷിംഗ് മെഷീനിൽ ഇടാൻ. അതൊന്ന് ഫ്രീ ആക്കും. അത് ഫ്രീ ആണ്. അത് കേരളായിട്ട് ആഴ്ചയെ അത് അതൊക്കെ പിരിവിട്ടായിരുന്നു. അനുഭവിച്ചോളി. അല്ല റീമിക്ക് അവിടെ
ഇതുവരെ കാണാനില്ലല്ലോ. നേമൊക്കെ ദുബായി പോകുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വെളിയിൽ വെച്ച് കണ്ടായിരുന്നു. പോകും ഇന്ന് വരത്തില്ല. ഇനി വ്യാഴാഴ്ചയല്ലേ, ഇനി ഞായറാഴ്ച വരട്ടോ. അല്ല അല്ല മുടിക്ക എന്താ നിങ്ങളെ കല്യാണം? വിവരൊന്നുമില്ലല്ലോ. ഞാൻ നോക്കിട്ട് കഴിഞ്ഞു വരാൻ. വയസ്സ് ഇത്രയായില്ല, എങ്കിലും ഒന്ന് കെട്ടിക്കൂടെ? അല്ല കാരണം ഇന്നെ കെട്ടിക്കഴിഞ്ഞ അത്ര ഞങ്ങൾക്ക് കേട്ടാ. നിങ്ങൾക്ക് പിന്നെ ജോലി ഇല്ല നിങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല ജോലി ഇല്ല. നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? ജോലിയോട്ട് മാത്രം വന്നിട്ടില്ലല്ലോ. അതെ ശരിയാ. കോട്ട് സൂട്ട് കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ. അത് അടുത്ത ഇന്റർവ്യൂ ഇട്ടാൽ ഊരി വെച്ചാലേ. അത് കുഴപ്പമില്ല. ഇത് ഞാൻ അലക്കി വൃത്തിയാക്കിയിട്ട് തേച്ചിട്ടാണോ? രണ്ടാമത്തെ തേക്കാണ് ഇവിടെ കറണ്ട് ചാർജാണ് കൂടുതൽ. അയൺ ബോക്സ് ഇത് 2-3 വട്ടം ഇസ്തിരി ഇട്ട് കണ്ടേ ഇരുമ്പല്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആർക്കെങ്കിലും സ്ഥിരമായ ജോലിയും വരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്ന കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാലേ ഇതിന്റെ വാടക ഞാൻ കൊടുക്കും. നിങ്ങളുടെ പ്രായം എനിക്ക് ഞങ്ങൾക്ക് ജോലി അന്വേഷിച്ച് നടക്കുന്നത്. നിനക്ക് ജോലി ആക്കി തരുന്നതാണ്. ഞങ്ങൾക്ക് ജോലിയായി ഞങ്ങൾ അടയ്ക്കുമെന്ന് പറഞ്ഞു. അവിടേക്ക് അത് തളച്ചു പോകണ്ടെന്ന് ശ്രദ്ധിക്കണേ. പറഞ്ഞിരിക്കല്ലോ നമുക്ക് തളച്ചിട്ട് ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. കരിക്കോട്ട് അരിഞ്ഞ ഞാൻ അടുപ്പത്തിട്ടോളാം. അതുകൂടെ അങ്ങ് ചെയ്തത്. ഇനിയിപ്പോ എന്തെങ്കിലും അതിന് ഞങ്ങളെ കൈ പടക്കെടുത്തു. കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ തന്നെ ചെയ്താൽ മതിയോ? ഒരു 5 റുപ്യ എടുത്ത് താഴത്തുനിന്ന് കറി എന്തെങ്കിലും പഠിക്കും. എന്തൊക്കെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നലെ താഴത്തെ ഇന്നലത്തെ കറി കാണും. ആ ഹോട്ടലത്തെ കാര്യമല്ല പറഞ്ഞത്. മറ്റേ അവന്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ അവിടെ ഉണ്ട് കുറച്ച് ഇത്തരത്തെ പൊന്നാര കുട്ടിക്ക് അത് വരെ കളഞ്ഞില്ല. അത്യാവശ്യം പേരാണ് അതെടുത്തിട്ടാണ്. നോക്കേ ഞാൻ സർഫിലിട്ടത് കഴിഞ്ഞിട്ടാണ്. കടയിലും പോയി അല്ലേ കടിച്ചു പറിക്കാനും വല്ലതും മേടിച്ചോ? ഒന്നും പറയണ്ട. ഇത് നല്ല മണം വരുന്നുണ്ടല്ലോ. അത് വല്ലതും ആവും. അപ്പൊ കഴിഞ്ഞ വളയിക്കാറോ കുട്ടിക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരും. എന്നാ പിന്നെ എനിക്ക് ഇത് കഴിച്ചിട്ട് കടന്നുറങ്ങേ. ഞാൻ രാവിലെ കഴിച്ചു കിടന്നോ. ആ ചില്ലറ പൈസ എടുത്താ കാര്യം എന്തെങ്കിലും വായിച്ചു. അതിന് ഞാൻ കാശിറക്കണം. അതിലെങ്കിലും ഞാന് ഒരു സിഗരറ്റും മേടിച്ചേ. ആകെ തന്നെ ഇതിലിപ്പോ ഒരു സിഗരറ്റ് സിഗരറ്റ് വലിക്കണ്ടെന്ന് പറക്കാം. അത് എത്ര പറഞ്ഞ കാര്യമില്ലല്ലോ. റൂമിന് സ്വതന്ത്രമായി സിഗരറ്റ് പോലും വലിക്കാൻ പറ്റും. ഞാനും വാടക വന്നാ താമസിക്കും. വാടക എന്താണ്? കഴിഞ്ഞ മാസത്തെ വാടക തന്നിട്ടില്ല. അല്ല എന്നിട്ട് വാടകക്കാരൊക്കെ പിന്നാലെ നടക്കുന്നു. ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വരും പോയി. അല്ല നിനക്ക് അനക്കാനൊന്നും എന്റെ ഇറക്കല്ല കാക്ക അലക്കും. കാക്ക അവിടെ ആ തുണികളല്ല ബാത്റൂമിൽ ഇട്ട് പോയിക്കാണ്. അതിൽ എന്റെ തുണിയും കാണും. കാക്കയോട് ഞാൻ പറഞ്ഞായിരുന്നു കാലം. കാക്കയോട് കുറച്ച് ഷോപ്പിങ്ങിന് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ. അതെ ഞാനൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. അല്ലെ നമ്മളെല്ലാ പണിയും ചെയ്യേണ്ടി വരും. ഒരു ഇതുണ്ടല്ലടാ. അല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പറ്റിയ ജോലിയൊന്നും ഇല്ല. എല്ലാം കാക്ക എന്തോ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ പിന്നെ ഇടയ്ക്ക് സിഗരറ്റിലായിരിക്കും ഞാൻ വിളിക്കണ്ട. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വലിക്കുന്നു. അത് ഞാൻ വെളിയിൽ പോയി വലിച്ചേക്കാം. ആദ്യമായിട്ടാ കാക്ക സൗന്ദര്യം ഇല്ലാതെ കണ്ട് ഇന്റർവ്യൂല് ഫെയിലാണ്. കറിയൊന്നും കിട്ടിയില്ലേ? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് ഭക്ഷണം കഴിച്ചാലോ? ഓക്കെ നിങ്ങൾ കറി വെച്ചിട്ടും കഴിച്ചേക്കാം. ബാക്കി ആരെങ്കിലും വന്നാൽ പിന്നെ അതും തികയത്തില്ല. ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കിയില്ലേ? അവനാന്റെ തല അവനാനെ വൃത്തിയാക്കിയാൽ മതി. പോയിട്ടുണ്ട് നീ ആണെന്ന് പറഞ്ഞ് പേപ്പർ തന്നെ എടുക്ക്. പേപ്പർ അപ്പുറത്തുണ്ട്. ഞാൻ നാളെ ഇരിക്കട്ടെ. ഞാനും വരാം.